എല്ലാ കൂട്ടുകാർക്കും നെഹുൽവാദി മൂന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് മുബത്തദഉം ഖബറിനെ കുറിച്ചാണ്. മുബത്തദ എന്ന് പറഞ്ഞാൽ ഇസ്മു കൊണ്ട് തുടങ്ങിയ ജുംല. ഉദാഹരണം, ഒരു പേരാണ് അൽ വലതു, കുട്ടി. കുട്ടി എന്നുള്ള ഇസ്മു കൊണ്ട് നമ്മളൊരു പേര് തുടങ്ങി, ഒരു സെൻറ്റൻസ് തുടങ്ങി. അൽ വലതു, കുട്ടി. ദാഹിബുൻ, പോകുന്നവനാണ്. അപ്പോൾ വലത് എന്നുള്ള മുബത്തദ ആണ്, ദാഹിബുൻ എന്നുള്ളത് ഖബറാണ്. അപ്പോൾ മുബത്തദ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ദാഹിബുൻ എന്ന് പറഞ്ഞത്. ഇനി മുബത്തദ രണ്ട് കുട്ടികൾ എന്നാണെങ്കിലോ അൽ വലദാനി, രണ്ട് കുട്ടികൾ, നമ്മളെന്ത് പറയണം? ദാഹിബാനി എന്ന് പറയണം. മുബത്തദ മുഫ്രദാണോ? ഖബറും മുഫ്രദ്. മുബത്തദ തസ്നിയയാണോ? ഖബറും തസ്നിയ. ഇനി മുബത്തദ ജമ്മാണെങ്കിലോ അൽ ഔലാദോ, കുട്ടികൾ, ജമ്മാണല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം വരുന്നതും ജമ്മാവണം, ദാഹിബൂന എന്ന് പറയണം. എന്നാൽ ഇനി മുബത്തദ ബുദ്ധിയില്ലാത്ത വസ്തുക്കളാണ് നോക്കുക. ഒരു ജീവനും ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടാവില്ലേ മുബത്തദ? ഉദാഹരണം ഷജറാത്തു, മരങ്ങൾ. അപ്പോൾ മരങ്ങൾ ബുദ്ധിയില്ലാത്ത വസ്തുക്കളാണ്, ഇറാഖിലാണ്. അപ്പോൾ ഷജറാത്തു, മരങ്ങൾ, മൂരിഖാത്തു, നില വന്നതാണ്. എന്തും പറയാം, മൂരിഖത്തെന്നും പറയാം. അപ്പോൾ മുബത്തദ ജമ്മാണ്, ബുദ്ധിയില്ലാത്ത വസ്തുക്കളാണ് മുബത്തദായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഖബർ മുഫ്രദും ആകാം ജമ്മുമാകാം. അതാണ് നമ്മൾ പഠിക്കണം. നോക്കൂ, അൽ ഖബറു, ഖബർ, യുതാബിഖു, അത് യോജിച്ച് വരണം, അൽ മുബത്തദ, മുബത്തദവുമായി യോജിച്ച് വരണം. ഫിൽ ഇഫ്രാദി, മുഫ്രദാണെന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ മുബത്തദ മുഫ്രദാണെങ്കിൽ ഖബറും മുഫ്രദാകണം. തസ്നിയത്തി, രണ്ടിലും. രണ്ടെന്ന മുഫ്രദ് മുബത്തദ് തസ്നിയാണെങ്കിൽ അതിൻ്റെ ഖബർ എന്ത് ചെയ്യണം? തസ്നിയാകണം. വൽ ജംഇ, മുബത്തദ് പ്ലൂരലാണോ അതിൻ്റെ ഖബർ എന്ത് ചെയ്യണം? പ്ലൂരലാകണം. തദ്കീരി, മുബത്തദ് ആണാണോ ഖബർ എന്ത് ചെയ്യണം? ആണാകണം. അപ്പോൾ അൽ ബിന്തു, പെണ്ണ്, അൽ ബിന്തു, ഒരു പെൺകുട്ടി. ദാഹിബത്തു എന്നാ പറയാം, കാരണം എന്താ? മുബത്തദ് പിന്നെ പെണ്ണാണ്, അപ്പോൾ ഖബറും പെണ്ണാവണം. അപ്പോൾ ഇതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഖബർ മുബത്തദയിനോട് എന്തിലെല്ലാം യോജിച്ചു വരും? അങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകാം. എന്തിലൊക്കെ ഖബറും മുബത്തദയും യോജിച്ചു വരണം? ഇഫ്രാദിൽ, തസ്നിയയിൽ, ജംഇൽ, തദ്കീർ, മുദക്കറാണെന്ന വിഷയത്തിലും, തൈനീസിൻ്റെ വിഷയത്തിലും. ഇനി മുബത്തദ ബുദ്ധിയില്ലാത്ത വസ്തുവാണ്. ഉദാഹരണം നേരത്തെ പറഞ്ഞ ഷജറാത്തു, മരങ്ങൾ. ഇവിടെ എന്ത് ചെയ്യുക? മൂരിഖത്തുൻ, നില വന്നതാണ്. അങ്ങനെ മുഫ്രദും ആക്കാം, മൂരിഖാത്തുൻ ജമ്മും ആക്കാൻ പറ്റും. അതാണ് ഇതാ കാനൽ മുബത്തദോ, മുബത്തദ ആയാൽ ജംഅൻ, ജമ്മാണെങ്കിൽ ഗൈരി ആഖിലിൻ, ബുദ്ധിയില്ലാത്തൊരു വസ്തു എന്ത് ചെയ്തു? മുബത്തദായി വന്നു. ഉദാഹരണം അഷജറാത്തു, മരങ്ങൾ. യജൂസുൽ ഇഖ്ബാറു അന്നു, അതിനെ ഖബർ പറയാം. ബിൽ ജമ്മി, ജമ്മു കൊണ്ട് തന്നെ പറയാം. മൂരിഖാത്തു എന്ന് പറയാം. പിന്നെ മുഫ്രദും മുഅന്നസ് കൊണ്ടും പറ്റും. മൂരിഖത്തു എന്ന് പറയാം, മൂരിഖാത്തു എന്ന് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇനി നമ്മൾ ഖബറിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. മുബ്തദയിൻ്റെ ഖബറുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു മുബ്തദ പറയണം. മുബ്തദ പറഞ്ഞാൽ ഒരു പേര് പറയാം. നിങ്ങളൊരു പേര് പറയൂ. ഉദാഹരണമായിട്ട് മുഹമ്മദ്, ഒരു പേരല്ലേ? ഈ മുഹമ്മദ് എന്നുള്ളതൊരു പേരാണ്. പേര് കൊണ്ട് തുടങ്ങിയ ജുംലക്കാണ് എന്ത് പറയാം? മുബ്തദ എന്ന് പറയാം അല്ലേ? ഇസ്മിയ ജുംല എന്ന് പറയാം, മുബ്തദ എന്ന് പറയാം. അപ്പോൾ മുഹമ്മദ് എന്നുള്ളതൊരു മുബ്തദ ആണ്. ഈ മുഹമ്മദ് എന്നുള്ളതിന് ശേഷം യദ്ഹബു ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോകുന്നു എന്ന് ഫീലും കൊടുക്കുക വേണമെങ്കിൽ. ദാഹിബുൻ ഇലൽ മദ്രസത്തി എന്ന് മാത്രമല്ല, മുഹമ്മദുൻ യദ്ഹബുൽ ഇലൽ മദ്രസത്തി, മുഹമ്മദ് മദ്രസയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു പിന്നെ മുബ്തദയിൻ്റെ ഖബർ എന്ത് ചെയ്യുക? ഫീലിയായ ജുംലയേക്കാം. ഫീലിയായ ജുംല പറഞ്ഞാൽ ഫീലോട് തുടങ്ങുന്ന ജുംല. ഉദാഹരണം മുഹമ്മദ് ആകുന്നത് യഖ്റഉൽ കിതാബ, പുസ്തകം വായിക്കുന്നു. ഇങ്ങനെ ഫീലിയായതും ഖബർ എന്ത് ചെയ്യുക? ഫീലിയായ ജുംലയും ആക്കാം. കമാ യകൂനു ഖബറുൽ മുബ്തദഇ മുഫ്രദൻ,
ഒരു പിന്നെ മുബ്തദിൻ്റെ ഖബർ മുഫ്രദാക്കുന്നത് പോലെ തന്നെ യക്കൂന് ജുംലത്തൻ ഫീലിയ, ഒരു ഫീലിയായ ജുംല വേണമെങ്കിലും ആക്കാം. ഞാൻ ജുംലിയത്തൻ ഇസ്മിയ ജുംല തന്നെ ആക്കാം. മുഹമ്മദുൻ മുഹമ്മദ് ആകുന്നത് ഖാരിഉൻ വായിക്കുന്നവനാണ്, അങ്ങനെയാക്കാം. ഔ ഷിബുഹു ജുംലയാക്കാം. എന്താ ഷിബുഹു ജുംല പറഞ്ഞാൽ മുഹമ്മദുൻ മുഹമ്മദ് ആകുന്നത് ഫിൽ മസ്ജിദി പള്ളിയിലാണ്, ഫീ പോലത്തെ ചേർക്കുക. അല്ലെങ്കിൽ ലെറുഫ് ചേർക്കുക. ലെറുഫ് പറഞ്ഞാൽ അമാമ മുന്നിൽ പിന്നിൽ, അതിനൊക്കെയാണ് ലെറുഫ് പറയുക. അത് വേണമെങ്കിൽ ചേർക്കാം. മുഹമ്മദുൻ മുഹമ്മദ് ആകുന്നത് അമാമൽ മദ്രസത്തി, മദ്രസൻ്റെ മുന്നിലാണ്, ഫിൽ മദ്രസത്തി, ഇങ്ങനെയൊക്കെ ആക്കാം. അപ്പോൾ ഒരു മുബ്തദയിൻ്റെ ഖബറ ഇസ്മിയായ ജുംലയേക്കാം, ഫീലിയായ ജുംലയേക്കാം, ഷിബുഹ് ജുംലയേക്കാം. ഷിബുഹ് ജുംല പറഞ്ഞാൽ ലെറുഫോ ജാർ മജ്റൂറോ. ജാർ മജ്റൂർ പറഞ്ഞാൽ മിൻ, ഫി, അൻ, അതൊക്കെയാണ് ജാർ മജ്റൂർ. ലെറുഫ് പറഞ്ഞാൽ അമാമ, ഫൗഖ, തഹ്ത, അതൊക്കെ. ഇനി ഒരു നിബന്ധന ഉണ്ട്. എപ്പോഴും ഖബറിന്ന് മുബ്തദയിലേക്കൊരു ലമീർ മടങ്ങണം. യജ്ബു നിർബന്ധമാണ്, അൻ തഷ്തമില ഉൾക്കൊള്ളൽ, അൽ ഖബർ ഉൾക്കൊള്ളണം, അലാ ലമീരിനൊരു ലമീർ യർബിതുഹാ ബിൽ മുബ്തദയിനോട് ബന്ധിപ്പിക്കുന്നൊരു ലമീർ എന്തിന് വേണം? ഈ ഫീലിയ ജുംലയിൽ വേണം. ഉദാഹരണം മുഹമ്മദുൻ മുഹമ്മദ് യദ്ഹബു ഇലൽ മദ്രസത്തി, അവൻ മദ്രസയിലേക്ക് പോകുന്നു. ആ അവൻ എന്നുള്ളത് മുഹമ്മദിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ മുബ്തദയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ എന്താണ്? നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഇനി നമ്മൾ കാന അഖ്വാത്ത് പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. കാന അഖ്വാത്ത് വരിക, പിന്നെ നമ്മൾ ഒരു ഇസ്മിയ ജുംലൻ്റെ മുന്നിലാണ് കാന വരിക, ഒരു ഇസ്മിൻ്റെ മുന്നിലാണ് കാന വരിക. കാനൻ്റെ ഖബർ ഉണ്ടാവും. അതും നമുക്ക് എന്തുപോലെയാക്കാം? മുഫ്രദാക്കുക. മുഫ്രദ് വരാം, ഫീലിയ ജുംലയാക്കാം, ഇസ്മിയ ജുംലയാക്കാം, ഷിബു ജുംലയാക്കാം. ഉദാഹരണമായിട്ട് അസ്ബഹ ത്വാഇറു യുഗന്നി, അസ്ബഹ ആയി, അത്വാഇറു പക്ഷി, യുഗന്നി പാട്ട് പാടുന്നതായി. ഇവിടെ അത്വാഇറു യുഗന്നി, ഈ യുഗന്നി എന്നുള്ളത് എന്താണ്? ഒരു ഫീലിയ ജുംലയാണ്. അതുപോലെ അസ്ബഹൽ വർദു, പനനീർ പൂവ് ആയി, റായിഹത്തുഹു, അതിൻ്റെ സുഗന്ധം ജമീലത്തുൻ മനോഹരമാണ്, അവിടെ ഇസ്മിയ ജുംലയാണ്. അപ്പോൾ കാനൻ്റെ ശേഷമുള്ള ഖബറും എന്താക്കാം? ഫീലിയ ജുംലയാക്കാം, ഇസ്മിയ ജുംലയാക്കാം. ഇനി ഷിബുഹ് ജുംലയാക്കാം. ഈ ഷിബുഹ് ജുംല പറയുമ്പോൾ എന്താണ്? ലെറുഫൊക്കെ വരുന്നത്. ഉദാഹരണം അസ്ബഹത്തൊല്ലു, മഴയായി, ഫൗക്കൽ അസ്ഹാരി, പൂക്കളുടെ മേൽ. ഷിബുഹ് ജുംല പറഞ്ഞാൽ മുകളിൽ, താഴെ, ഫൗക്ക, തഹ്ത, അതൊക്കെ പറയുന്നതിനാണ് ഷിബുഹ് ജുംല. അപ്പോൾ കാനൻ്റെ ഇസ്മല്ല, കാനൻ്റെ ഖബർ, അതിന് നമുക്ക് ഫീലിയ ജുംലയേക്കാം, ഇസ്മിയ ജുംലയേക്കാം, ഷിബുഹ് ജുംലയും ആക്കാവുന്നതാണ്.